പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു. ഞാൻ 2024 ജൂൺ 17 ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് എനിക്ക് വിദേശത്ത് പോകാൻ വേണ്ടിയിട്ടും എൻ്റെ പഠനം, എൻ്റെ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനും അതുവഴി എനിക്ക് ഫാമിലിയുടെ സെറ്റിൽ ചെയ്യുന്നതിനും വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഡിയോലിംഗോ എന്ന എക്സാമാണ് പഠിച്ചത്. അത് ഞാൻ 5 തവണ എക്സാം എഴുതിയായിരുന്നു. അതിൽ 5ാമത്തെ തവണയാണ് ഞാൻ എക്സാം പാസ്സാവുന്നത്. ആദ്യം ഞാൻ എക്സാം എഴുതി. അതിലെനിക്ക് ശരിക്കും പോകാൻ എനിക്ക് 105 മാർക്ക് വേണം, 105 സ്കോർ ഓൾമോസ്റ്റ് വേണം. പക്ഷേ എനിക്ക് 95 സ്കോർ മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ പാസ്സായി. പിന്നെ രണ്ടാമത് ഞാൻ എക്സാം ട്രൈ ചെയ്തു. പക്ഷേ എക്സാമിന് ഇൻവാലിഡായി. പക്ഷേ ഇൻവാലിഡ് ആകുമ്പോൾ നമ്മൾ ഓരോ തവണ എക്സാം എഴുതുമ്പോൾ എനിക്ക് അതിന് ഫീ അടയ്ക്കേണ്ടി വരുന്നു. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഓരോ തവണ ഞാൻ ഇൻവാലിഡ് ആയപ്പോഴും എനിക്കത് ഫ്രീ ആയിട്ട് എക്സാം എഴുതാനായിട്ടുള്ള അനുഗ്രഹം മാതാവ് തന്നായിരുന്നു. അങ്ങനെ രണ്ടാമത് ഇൻവാലിഡായി. ഞാൻ പിന്നെ എഴുതി. അപ്പോഴും എനിക്ക് 95 മാത്രമേ കിട്ടുന്നുള്ളൂ. ലാസ്റ്റ് 4ാം തവണ എഴുതി. അതും ഇൻവാലിഡായി. പിന്നെ ഞാൻ ഫീസ് അടച്ചു. അതും എനിക്ക് ടെസ്റ്റ് പാസ്സായില്ല. പക്ഷേ ലാസ്റ്റ് ജൂലൈ 30 ഞാൻ 5ാം തവണ എക്സാം എഴുതി. പക്ഷേ അത് എക്സാം എഴുതിയത് എനിക്കന്ന് ഫീസ് എടുക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ആ സമയത്ത് എനിക്ക് ഓഫീസിൽ നിന്ന് ബോണസ് കിട്ടി. ആ പൈസ കൊണ്ടിട്ടാണ് എക്സാം എഴുതുന്നത്. ആ എക്സാം എഴുതി ലാസ്റ്റ് ഞാൻ വിചാരിച്ചു ഇനി ഈ ലാസ്റ്റാണ്, ഇനി എനിക്ക് എക്സാം കിട്ടില്ല, വേണ്ട, ഇനി നിർത്താമെന്ന് വിചാരിച്ച് ഞാൻ എഴുതിയതാണ്. പക്ഷേ മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് പോകാനുള്ള സ്കോർ മാത്രം മതി, അതിൽ കൂടുതൽ സ്കോറൊന്നും എനിക്ക് വേണ്ട, എനിക്ക് 105 സ്കോർ മാത്രം തന്ന് ഞാൻ ആഗ്രഹിച്ചാൽ മതി. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് അടുത്ത ഓഗസ്റ്റിൽ റിസൾട്ട് വന്നു. എനിക്ക് കറക്റ്റ് ഞാൻ പ്രാർത്ഥിച്ച ആ 105 സ്കോർ കിട്ടി. മാതാവിനെ അനുഗ്രഹിച്ചു. എനിക്ക് മാതാവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം ഞാൻ കുറേ നാളായി പുറത്ത് പോകാനുള്ള ആഗ്രഹം കൊണ്ട് നടക്കുന്നത്. ആദ്യം കുറേ ടെസ്റ്റുകൾ എഴുതി എൻ്റെ പുറകെ നടന്നു, വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനൊപ്പം ഞാൻ ക്ലാസ്സിന് പോയി തുടങ്ങി. എനിക്കൊരു മോനുണ്ട്. മോനിപ്പോൾ ഒരു 4 വയസ്സാവുന്നുള്ളൂ. അപ്പോൾ അവൻ്റെ കാര്യങ്ങളും അങ്ങനെ മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ IELTS പാസ്സായി. ഇപ്പം ഞാൻ ഈ ഡിസംബർ 28 എനിക്ക് വിസ വന്ന് ഞാൻ ടിക്കറ്റ് എടുത്തേക്കാണ്. 28 ഞാൻ അയർലൻഡിലോട്ട് പോകുന്നത്. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ ഈ വലിയ അനുഗ്രഹത്തിന് മാതാവിന് നന്ദി പറയുന്നു. ഞാൻ കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്തത്, ഇപ്പോൾ എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആരെങ്കിലും സാമ്പത്തിക സഹായത്തിന് വരുവാണെങ്കിൽ ആ സമയത്ത് എൻ്റെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കഴിയുന്നതും കൊടുക്കാൻ സഹായിക്കാറുണ്ട്. ഇപ്പോൾ എനിക്കറിയുന്നവർക്കാണെങ്കിലും ഞാൻ എന്തെങ്കിലും അവർക്ക് ആവശ്യത്തിന് വേണമെന്നാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ട്. പിന്നെ പ്രേക്ഷിതപ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് പത്രങ്ങൾ ഞാൻ കൊടുക്കാറുണ്ട്. ആദ്യമൊക്കെ എനിക്ക് പത്രം കൊടുക്കാൻ എനിക്കിങ്ങനെ മടിയായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ കൊടുത്തു തുടങ്ങി. ഇപ്പോൾ ഓഫീസിലാണെങ്കിൽ ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ ആത്മീയപരമായിട്ടാണെങ്കിൽ ഞാൻ പ്രെയർ എൻ്റെ കുറവായിരുന്നു. ഞാൻ നേരത്തെ ഒറ്റയ്ക്ക് എന്നുള്ള പ്രാർത്ഥന വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് എൻ്റെ പ്രാർത്ഥനകളും ബൈബിൾ വായനയും ഞാൻ മുടങ്ങാറില്ല. അത് വായിക്കുമ്പോൾ എനിക്ക് ഒരു ആത്മീയമായിട്ട് വളർച്ച എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം മുമ്പത്തേലും അപേക്ഷിച്ച് ഞാൻ ദൈവത്തോട് അടുക്കുന്നത് ഇപ്പോഴാണ്. അപ്പോൾ എൻ്റെ ആത്മീയപരമായിട്ടുള്ള ഇതെന്ന് പറയുന്നത് എൻ്റെ ബൈബിൾ വായനയും എൻ്റെ ദൈവത്തോടുള്ള ഭക്തിയും, അതിലെനിക്കിപ്പോൾ മാറ്റം എനിക്ക് മനസ്സിലാവുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അത് ഈ ഉടമ്പടി എടുത്ത ശേഷമുള്ള എൻ്റെ ഒരു ഇതായിട്ട് ഞാൻ കാണുന്നു. എൻ്റെ മാതാവിന് 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷിയായി ഞാൻ വരും. ഞാൻ അങ്ങയുടെ മാത്രം നീതിയെ പ്രകീർത്തിക്കും. ദൈവമേ, ചെറുപ്പം മുതൽ എന്നെ അങ്ങ് പരിശീലിപ്പിച്ചു. ഞാനിപ്പോഴും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ പ്രഘോഷിക്കുന്നു. സങ്കീർത്തനം 71:16-17. നിനു ട്രീസ എന്ന മകളുടെ സാക്ഷ്യമാണ് നാം കേട്ടത്. ഡുവലിംഗോ എക്സാം എഴുതുന്നതിനുള്ള ഇതിനു വേണ്ടിയിട്ടാണ് മോൾ ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് 5 തവണ എഴുതി. 5ാം തവണ എക്സാം എഴുതിയെങ്കിലും 2 തവണ എനിക്ക് ഇൻവാലിഡ് റിസൾട്ടാണ് വന്നത്. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് വീണ്ടും വീണ്ടും എഴുതുവാൻ ഉള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. പിന്നെയാണ് ജൂലൈ 30 വീണ്ടും എഴുതിയത്. അമ്മയോട് പ്രാർത്ഥിച്ചിട്ടാണ് ആ പരീക്ഷയ്ക്ക് പോയത്. ഈ മോൾ ഒരു കാര്യമേ പ്രാർത്ഥിച്ചുള്ളൂ, നീ എനിക്ക് അയർലൻഡിൽ പോകാനുള്ള സ്കോറായ 105 മാർക്ക് തന്നാൽ മതി എന്നാണ്. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ മകൾക്ക് അയർലൻഡിലേക്കുള്ള സ്കോർ ലഭിച്ച് ഇന്നിപ്പോൾ അയർലൻഡിലേക്ക് പോകുവാനായിട്ട് റെഡിയായി നിൽക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാനും
ഈശോയും മാതാവും കനിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനുമായിട്ടാണ് ഈ മകൾ ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. ഉടമ്പടി മക്കൾ ഉടമ്പടിയിലൂടെ നമ്മുടെ ഓരോ ആവശ്യങ്ങളിലും നമ്മുടെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ അരികിൽ വന്ന് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം നിരത്തി വെച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നമ്മുടെ ഓരോ കാര്യങ്ങളും പരിശുദ്ധ അമ്മയുടെ പറയുന്ന ഓരോ കാര്യങ്ങളും ഈശോ നമുക്കായി ഏറ്റെടുത്ത് നടത്തുകയാണ്. ഉടമ്പടി മക്കൾക്ക് വിശ്വാസത്തോടെ ആത്മബലത്തോടെ പോകാവുന്ന ഒരു സന്നിധിയാണ് കൃപാസന സന്നിധി. ഇവിടെ വന്നു കരയുന്ന ഓരോ മക്കളും കണ്ണുനീര് തുടച്ച് മാത്രമേ ഇവിടുന്ന് പോകാറുള്ളൂ. ഈ മകളുടെ പ്രാർത്ഥനയും ഈശോയും അമ്മയും ചേർന്ന് നിന്ന് സാധിച്ചു കൊടുത്തു. പല പ്രാവശ്യവും നമ്മൾ ഫെയിലിയർ ആയിരിക്കാം. പക്ഷേ ഈ അമ്മയുടെ നടയിൽ വന്ന് പരിശുദ്ധ അമ്മ ഓരോ കാര്യങ്ങൾ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. കാനായിൽ വെച്ച് ചെയ്ത പോലെ തന്നെ ആ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അപമാനങ്ങളും സഹിക്കേണ്ടി വരുമല്ലോ എന്നോർത്തപ്പോഴാണ് പരിശുദ്ധ അമ്മ ഈശോയുടെ അരികിൽ ചെന്ന് ആ കുടുംബത്തെ സഹായിക്കാൻ പറഞ്ഞത്. നമ്മുടെ കാര്യങ്ങൾ ഇതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ വന്ന് പറയുമ്പോഴും നമ്മളെ അവമാനത്തിൽ നിന്ന് രക്ഷിക്കുവാനും നമ്മളെ സഹായിക്കാനുമാണ് അമ്മ ഓരോ പ്രാവശ്യവും ഈശോയുടെ അടുത്ത് പോയി നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്. ഓരോ പ്രശ്നങ്ങളിലും നമുക്ക് ഒരു കച്ചിത്തുരുമ്പ് പോലെയാണ് കൃപാസന സന്നിധി. നമ്മളുടെ ഓരോ പ്രാവശ്യവും നമുക്ക് മെറിറ്റില്ല എന്ന് തോന്നുമ്പോഴും നമ്മുടെ മാനസികമായിട്ട് നമ്മളെ അലട്ടുന്ന ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ജീവിത പ്രതിസന്ധികൾ തരണം ചെയ്യാൻ ബുദ്ധിമുട്ടുമ്പോഴും ഒരു കച്ചിത്തുരുമ്പായിട്ടാണ് പലരും ഇവിടെ വരുന്നത്. അമ്മ ആരെയും വെറുതെ വിടാറില്ല. നമ്മുടെ എല്ലാവരുടെയും കണ്ണുനീരൊപ്പുന്ന ഒരമ്മയാണ് കൃപാസന അമ്മ. ഈ അമ്മയുടെ അരികിലേക്ക് നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതവുമായിട്ട് ഉടമ്പടിയിലെ നിബന്ധനകളെല്ലാം ആത്മാർത്ഥതയുടെ വിശ്വസ്തതയോടെ പാലിച്ച് നമുക്ക് മുന്നോട്ട് നയിക്കാം. അമ്മയുടെ കൈകൾ പിടിച്ച് നമുക്ക് മുന്നോട്ട് ഉടമ്പടി ജീവിതം നയിക്കാം. ഈശോയും അമ്മയും ചേർന്ന് കൊടുത്ത ഈ മകൾക്ക് കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.